everyone, welcome to Success Academy's YouTube channel. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 2020 ഡിസംബർ 29 നടന്നിട്ടുള്ള RRB NTPC ടയർ 1 എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ ഡേറ്റിൽ ഈവനിങ് ഷിഫ്റ്റ് സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, a shopkeeper loses 10% on selling an article for rupees 360. To gain 30%, what should have been the selling price of the article? ഒരാൾ 360 രൂപയ്ക്ക് ഒരു വസ്തു വിൽക്കുകയാണെങ്കിൽ 10% നഷ്ടമാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ വസ്തു എത്ര രൂപയ്ക്ക് വിറ്റാലാണ് 30% ലാഭം ഉണ്ടാവുക? ഇതാണ് കാണേണ്ടത്. നമ്മൾ കോസ്റ്റ് പ്രൈസ് 100 ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ലോസ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് 90 വന്നു. ഇനി രണ്ടാമത്തെ കേസിൽ എന്താണ്? നമുക്ക് വേണ്ടത് 30% പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കണം? കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടിയിരിക്കണം. അപ്പോൾ 100 പ്ലസ് 30 130. അപ്പോൾ ഈ 90ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 360 തന്നിരിക്കുന്നത്. അപ്പോൾ 90 ആണ് 360. അങ്ങനെയെങ്കിൽ 1 യൂണിറ്റ് എത്ര വരും? 360/90. നമുക്ക് എത്ര കാണണം? 130 കാണണം. 130 യൂണിറ്റ്, അതാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പം 360/90 × 130 ചെയ്താൽ പോരെ? അപ്പോൾ നമുക്കിത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ കേസിലെ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ 90 × 130. 0യും 0യും കട്ട് ചെയ്തു, 9ഉം 36ഉം കട്ട് ചെയ്തപ്പോൾ 4 ആയി. ഫൈനൽ ആൻസർ എത്ര വന്നു? 520 രൂപ. അപ്പോൾ 520 രൂപയ്ക്ക് വിറ്റാലാണ് ഇദ്ദേഹത്തിന് ഈ പറയുന്ന ലാഭം കിട്ടുക. അത് 90 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 360. അപ്പോൾ 1 യൂണിറ്റ് 360/90. കാണേണ്ടത് 130 യൂണിറ്റ്. അപ്പോൾ ഇത് ഈക്വൽ ടു 360/90 × 130. ഇങ്ങനെയാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയെന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. From 10 liters of a solution, 2 liters of water evaporated. The remaining solution was found to have 6% salt. What was the percentage of salt in the original solution? 10 ലിറ്റർ സൊല്യൂഷൻ, എന്തിൻ്റെയൊക്കെ? വാട്ടറിൻ്റെയും സോൾട്ടിൻ്റെയും സൊല്യൂഷൻ. ഇതിൽ നിന്ന് 2 ലിറ്റർ വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി റിമൈനിങ് സൊല്യൂഷനിൽ 6% ആണ് സോൾട്ട് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ സൊല്യൂഷനിൽ, അതായത് 10 ലിറ്ററിൽ എത്ര പെർസെൻറ്റേജ് ആയിരുന്നു സോൾട്ട് എന്നാണ് വെച്ചേക്കുന്നത്. അപ്പോൾ 10 ലിറ്ററിൽ നിന്ന് 2 ലിറ്റർ വാട്ടർ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട് സൊല്യൂഷൻ? 8 ലിറ്റർ സൊല്യൂഷനാണുള്ളത്. ഈ 8 ലിറ്ററിൻ്റെ 6% ആണ് സോൾട്ട്. അപ്പോൾ സോൾട്ട് എത്രയുണ്ട്? 6% പറയുമ്പോൾ 6/100 0.48 ലിറ്റർ ആണ് 8 ലിറ്റർ സൊല്യൂഷനിൽ സോൾട്ട് ഉള്ളത്. ഈ പറഞ്ഞേക്ക് നോക്കിക്കേ, 2 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് ഇവോപ്പറേറ്റ് ചെയ്ത് കളഞ്ഞേക്കുന്നത്. അതായത് 10 ലിറ്ററിൽ നിന്ന് വാട്ടർ മാത്രമേ പോയിട്ടുള്ളൂ. സോൾട്ട് അപ്പോഴും ഇപ്പോഴും എത്ര തന്നെയാണ്? സെയിം ആണ്. അത് എത്രയാ? 0.48 ലിറ്റർ. അപ്പോൾ 10 ലിറ്ററിലും 48 ആണ്, 8 ലിറ്റർ ആണെങ്കിലും സോൾട്ട് 48 ആണ്. അതിൽ വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഇനീഷ്യൽ പെർസെൻറ്റേജ് അല്ലേ? എങ്ങനെ ഇനീഷ്യൽ പെർസെൻറ്റേജ് കാണാം? സോൾട്ട് എത്രയുണ്ടോ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. അപ്പോൾ 0.48, ടോട്ടൽ എന്ന് പറയുന്നത് 10 ആയിരുന്നു, ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര വരും? 4.8%. ഓപ്ഷൻ ടി. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. If a plus b is equal to 8 and a square plus b square is equal to 12, then find the value of a cube plus b cube. a cube plus b cube ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം a cube plus b cube എക്സ്പാൻഷൻ എങ്ങനെ വരുന്നത് നോക്കാം. a cube plus b cube equal to a plus b into a square plus b square minus ab. ഇതാണ് ഈ പറയുന്ന a ക്യൂബ് പ്ലസ് ബി ക്യൂബിൻ്റെ എക്സ്പാൻഷൻ. ഇതിൽ a പ്ലസ് ബി നമുക്കറിയാം 8 ആണ്. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വാല്യൂ അറിയാം 12 ആണ്. എ ബിയുടെ വാല്യൂ മാത്രം അറിയില്ല. അപ്പോൾ അതെങ്ങനെ കാണും? തന്നിരിക്കുന്ന a പ്ലസ് ബിയുടെ സ്ക്വയർ എടുക്കുക. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെ വരിക? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അപ്പോൾ a പ്ലസ് ബി 8 ആണെങ്കിൽ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എത്ര വരും? 64 വരും. ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 12 ആണ്, പ്ലസ് 2ab. അങ്ങനെയാണെങ്കിൽ 2ab വാല്യൂ എത്രയാ? 64 മൈനസ് 12 ഈക്വൽ ടു 52. 2ab 52 ആണെങ്കിൽ എ ബി എത്ര വരും? 52/2 26. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട 26, എ ബിയുടെ വാല്യൂ 26 കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a പ്ലസ് ബി, അതായത് 8 ഇൻറ്റു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 12 ആണ്, മൈനസ് 26. 8 ഇൻറ്റു -14. 8 × -14 എത്രയാണ്?
മൈനസ് 112 ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ. ആ എ ക്യൂബ് പ്ലസ് ബി ക്യൂബിൻ്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാം. അടുത്തത് 3 cos theta is equal to √3. Then find the value of cosec theta into tan theta. 3 cos theta √3 ആണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ cos theta എത്ര വരും? cos theta ഈക്വൽ ടു ഇത്തിരി താഴേക്ക് പോകും, √3/3. √3/3 എന്ന് പറയുമ്പോൾ നമുക്ക് √3 × √3 എന്ന് എഴുതാം. √3 × √3 3 തന്നെയാണ്. ഇത് കട്ട് ചെയ്ത് പോയി. അപ്പോൾ 1/√3 എന്ന് വന്നു അല്ലേ. ഇനി കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ് കോസ് തീറ്റ. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് 1/√3. ഇതിൽ നിന്ന് നമുക്ക് അഡ്ജസൻറ്റ് സൈഡിൻ്റെ വാല്യൂ 1 ആണെന്നും അതേപോലെ ഹൈപ്പോടെന്യൂസ് √3 ആണെന്നും എഴുതാം. ക്ലിയർ ആണല്ലോ. 3 cos theta is equal to √3 ആയിരുന്നു. അപ്പോൾ കോസ് തീറ്റ നമ്മൾ എഴുതി കഴിയുമ്പോൾ 1/√3 എന്ന് വരും. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. അപ്പോൾ 1/√3 അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 1 വന്നു, ഹൈപ്പോടെന്യൂസ് √3 വന്നു. ഇനി നമുക്ക് എന്തും കൂടി വേണം? ഓപ്പോസിറ്റ് സൈഡും കൂടി കാണണം. എങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് കാണാം? √h² മൈനസ് a² ഈക്വൽ ടു 3 - 2 ഈക്വൽ ടു √2 അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് കിട്ടി √2. ഇനി എന്താ ചെയ്യുക? കൊസീക് തീറ്റ. കൊസീക് തീറ്റ എന്ന് പറയുന്നത് ഏതിൻ്റെ റെസിപ്രോക്കലാണ്? സൈനിൻ്റെ റെസിപ്രോക്കലാണ്. സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. അപ്പോൾ കൊസീക് തീറ്റ എന്ത് വരും? ഹൈപ്പോടെന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ √3/√2. ഇനി ടാൻ തീറ്റ എന്താണ്? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? √2 ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 1. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ √3/√2 ഇൻറ്റു √2/1. √2 കട്ട് ചെയ്ത് പോയി. ആൻസർ എത്ര വന്നു? √3 ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. എ മിക്സ്ചർ കണ്ടെയ്ൻസ് ആസിഡ് ആൻഡ് ആൽക്കഹോൾ ഇൻ ദ റേഷ്യോ 3:2. On adding 10 liters of alcohol to this mixture, the ratio of acid to alcohol becomes 3:5. The quantity of acid in liters in the original mixture was. ഒരു മിക്സ്ചറിൽ ആസിഡും ആൽക്കഹോളാണുള്ളത്. അതിൻ്റെ റേഷ്യോ 3:2 ആണ്. ഇതിലേക്ക് 10 ലിറ്റർ ആൽക്കഹോൾ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ റേഷ്യോ എന്ത് വന്നു? 3:5 വന്നു. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ മിക്സ്ചറിൽ ആൽക്കഹോൾ എത്ര ലിറ്റർ ഉണ്ടായിരുന്നു? അപ്പോൾ ആസിഡും ആൽക്കഹോളും ആണ്. അവരുടെ റേഷ്യോ 3:2. രണ്ടാമത് 10 ലിറ്റർ ആൽക്കഹോൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആസിഡ് ടു ആൽക്കഹോൾ റേഷ്യോ 3:5 വന്നു. നോക്കുക, ഇതിൽ ആൽക്കഹോൾ മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആരുടെ റേഷ്യോ മാത്രം ചേഞ്ച് ചെയ്താൽ മതി? ആൽക്കഹോളിൻ്റെ ചേഞ്ച് ചെയ്താൽ മതി. ആസിഡ് നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആസിഡ് റേഷ്യോ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ക്വസ്റ്റ്യനിൽ എങ്ങനെ തന്നെ തന്നേക്കുന്നത്? ആസിഡിൻ്റെ ചേഞ്ച് ചെയ്തിട്ടുള്ള ആൽക്കഹോളിൻ്റെ മാത്രമാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ ഇനി വേറെ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാനില്ല. നോക്കുക, 2 - 5 ആയി. അപ്പോൾ എത്ര യൂണിറ്റ് ആഡായി? 3 യൂണിറ്റ് ആഡായി ആണല്ലോ. 3 യൂണിറ്റിൻ്റെ ആക്ച്വൽ വാല്യൂ എത്രയാണ്? അവർ എത്ര ലിറ്റർ ആൽക്കഹോളാണ് ചേർക്കുന്നത്? 10 ലിറ്റർ ആൽക്കഹോളാണ് ചേർക്കുന്നത്. റേഷ്യോ വൈസ് നോക്കിക്കഴിഞ്ഞപ്പോൾ 3 യൂണിറ്റാണ് എക്സ്ട്രാ വന്നത്. അപ്പോൾ 3 യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന 10 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായി? 10/3 ലിറ്റേഴ്സായി ആണല്ലോ. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഒറിജിനൽ മിക്സ്ചറിൽ ആസിഡ് എത്ര ഉണ്ടായിരുന്നു? ആസിഡ് എത്ര ഉണ്ടായിരുന്നു? 3 യൂണിറ്റ്. അപ്പോൾ ആസിഡ് ഈക്വൽ ടു 10/3 ഇൻറ്റു 3. 3യും 3യും കട്ടായിപ്പോയി. അപ്പോൾ ആദ്യം എത്ര ഉണ്ടായിരുന്നു ആസിഡ്? 10 ലിറ്റേഴ്സ് ഓഫ് ആസിഡ് ആയിരുന്നു ഒറിജിനലി മിക്സ്ചറിൽ ഉണ്ടായിരുന്നത്. അടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 4 sin² 30 + 3 cot² 60 - tan² 45. ഈസി ക്വസ്റ്റ്യൻ ആണ്. 30, 60, 45 എല്ലാം എന്താണ്? സൈനും കോസും വാല്യൂ ഒക്കെ നമ്മൾ കാണാതെ പഠിക്കുന്നതാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനുള്ളൂ. 4 ഇൻറ്റു sin 30യുടെ വാല്യൂ എത്രയാണ്? sin 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 1/2 മൈനസ് 3 ഇൻറ്റു cot² 60. cot 60യുടെ വാല്യൂ എത്രയാണ്? 1/√3 ആണ്. അപ്പോൾ 1/√3 ഇൻറ്റു 1/√3 മൈനസ് 2 tan² 45. ടാനിൻ്റെ വാല്യൂ എത്രയാണ്? tan 45. tan 45 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1 2 തന്നെ. ഇനി നോക്കുക, 2ഉം 2ഉം 4 ആണ്. അപ്പോൾ മുകളിലത്തെ 4 കട്ടായി. ഇവിടെ 1 വന്നു. √3 ഇൻറ്റു √3 3 ആണ്. അപ്പോൾ ഈ 3യും കട്ടായിപ്പോയി. -1 വന്നു. ഇവിടെയാണെങ്കിലോ? ഇവിടെ പ്ലസ് ആണ്. +1
-2. അപ്പോൾ 2 - 2 എത്രയാണ്? 0. ഓപ്ഷൻ ബി. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, എ ട്രെയിൻ റണ്ണിങ് അറ്റ് സ്പീഡ് ഓഫ് 60 km/h ക്രോസ്ഡ് എ പോൾ ഇൻ 1.5 minutes. ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ഈസ്. ഒരു ട്രെയിന് 60 km/h ആണ് അതിൻ്റെ സ്പീഡ്. അങ്ങനെ അത് ഒരു പോളിനെ കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് 1.5 minute ആണ് എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രെയിനിൻ്റെ ലെങ്ത്ത് കാണുക. എങ്ങനെ ചെയ്യുന്നത്? ടൈം ഇസ് ഈക്വൽ ടു ലെങ്ത് ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ദ ട്രെയിൻ. ടൈം എത്രയാണ്? 1.5 മിനിറ്റിലാണ്. നമുക്ക് എല്ലാത്തിനും മീറ്റർ പെർ സെക്കൻഡ്, നമുക്ക് ഈ സ്പീഡിന് നമുക്ക് ഡിസ്റ്റൻസ് വെച്ചേക്കുന്നത് മീറ്ററിലാണ്. അപ്പോൾ സ്പീഡിന് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുകയാണ്. അപ്പോൾ അതിന് സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ ഈ ടൈമിനെ എന്ത് ചെയ്യണം? മിനിറ്റിനെ സെക്കൻഡിലേക്ക് ആക്കുക. സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ ഇൻറ്റു 60 ചെയ്യുക, ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ 60 km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. അങ്ങനെ km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുക, ഇൻറ്റു 5/18 ചെയ്താൽ മതി. നമ്മളിവിടെ ഇൻറ്റു 5/18 ചെയ്യാണ്. 5 ഡിവൈഡ് ബൈ 18 ഉണ്ട്, 18 മുകളിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ വന്നു. ഇനി 6 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 10, 3.5. അപ്പോൾ ലെങ്ത് ഇസ് ഈക്വൽ ടു 60 × 5 × 5 അല്ലേ? അപ്പോൾ 25 × 6 എന്ന് പറയുന്നത് 150 1500 മീറ്ററാണ് ട്രെയിനിൻ്റെ ലെങ്ത്ത്. ഓക്കെ അല്ലേ? അടുത്തത്, എ സം ഓഫ് ₹5,000 ഈസ് ഇൻവെസ്റ്റഡ് അറ്റ് 10% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ബിക്കം 1,500? 5000 രൂപ 10% പലിശയിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലാണ് 1500 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്ന ഇക്വേഷൻ? I ഇസ് ഈക്വൽ ടു PNR/100. P എന്താണ്? P പ്രിൻസിപ്പിൾ ആണ്, N നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, R റേറ്റ് ആണ്. ഇതിൽ ഈ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് 1500, പ്രിൻസിപ്പിൾ എത്രയാണ്? 5000, നമ്പർ ഓഫ് ഇയേഴ്സ് അറിയില്ല, റേറ്റ് 10% ഡിവൈഡഡ് ബൈ 100. 0 കട്ട് ചെയ്തു, ഈ 2 0 കട്ട് ചെയ്തു, 15/5 എന്ന് പറയുന്നത് 3. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയായി? ഓപ്ഷൻ എ 3. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലീസ്റ്റ് നമ്പർ ദാറ്റ് വെൻ ഡിവൈഡഡ് ബൈ 144, 108 and 72 ലീവ്സ് ദ റിമൈൻഡർ 3 ഇൻ ഈച്ച് കേസീസ്. ഏത് നമ്പറിന് നമ്മൾ 144, 108, 72 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 3 റിമൈൻഡറായിട്ട് വരുന്നത്? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഏത് നമ്പറിനെയാണ് ഈ തന്നിരിക്കുന്ന 3 സംഖ്യകൾ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതെങ്ങനെ കാണും? തന്നിരിക്കുന്ന 3 നമ്പേഴ്സിൻ്റെ LCM എടുത്താൽ മതി. അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഈ 3 സംഖ്യകളെ കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് അവരുടെ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പോൾ ഇതിൽ 6 കോമൺ ആണ്, 24, 18, 12. അഗെയിൻ 6 കോമൺ ആണ്, 4, 3, 2, 2 കോമൺ. അപ്പോൾ എത്ര വന്നു? 6 × 6 36. പിന്നെ ഇവിടെ ഒരു 6 ഉണ്ട്, അതായത് എന്തായി? 6 ക്യൂബായി. 6 ക്യൂബിൻ്റെ വാല്യൂ എത്രയാണ്? 216 × 2. ഓക്കെ, 432 കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് റിമൈൻഡർ 0 ആണ്. നമുക്ക് എന്ത് വേണം? റിമൈൻഡർ 3 വേണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിനോട് ഒരു +3 ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ചോദിച്ചിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 435, ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ സിംപ്ലിഫിക്കേഷൻ ആണ്, വാല്യൂ കാണാനാണ്. √72 × 18. 72 × 18 കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാതെ 72 × 18 സ്ക്വയർ റൂട്ടുള്ള നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. 72 എന്ന് പറയുന്നത് എന്താ? 9 × 8 ആണ്. അതേപോലെ 18 എന്ന് പറയുന്നത് 9 × 2 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 9 2 തവണയുണ്ട്. അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ 9 ആയി. പിന്നെ എന്താണ്? 8 × 2. 8 × 2 എന്താ? 16 ആണ്. 16ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 4. അപ്പോൾ ആദ്യത്തെ ടേം 36 ആയി. ഇനി 0.04ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 0.2. 36 + 0.2 + 0.64ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 0.8. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് 1 ആയി. 36 + 1 എന്ന് പറയുന്നത് 37, ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ? അടുത്തത്, എ നമ്പർ വെൻ ഡിക്രീസ്ഡ് ബൈ 22 1/2% ബിക്കം 217. ദ നമ്പർ ഈസ്.
ഏതോ ഒരു സംഖ്യേനെ അതിൻ്റെ 22% കുറച്ചപ്പോൾ എന്ത് കിട്ടി? 217 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്രയായിരുന്നു? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 22 1/2% നോർമൽ ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ 45/2 ഡിവൈഡഡ് ബൈ 100. 9 5 വെച്ചിട്ട് കട്ട് ചെയ്തു. അപ്പം 9/40 എന്നാണ് ഈ പറയുന്ന പെർസെൻറ്റേജിനെ ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ കിട്ടുക. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിവിഷൻ മെത്തേഡിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ആ കേസിൽ ആദ്യം ഉണ്ടായിരുന്ന നമ്പർ, അതായത് നമ്മൾ ഈ പറയുന്ന പെർസെൻറ്റേജ് കുറയ്ക്കുന്നതിനേക്കാളും മുന്നേ ഉള്ള ഒറിജിനൽ നമ്പർ എന്താക്കി എടുക്കാം? ഈ ഡിനോമിനേറ്ററിൽ 40 ആക്കി എടുക്കാം. ഇനി ഫൈനൽ നമ്പർ ഇത്രയും പെർസെൻറ്റേജ് കുറച്ചിട്ടുള്ളതിന് കാണാൻ വേണ്ടിയിട്ട് ഇത്രയും പെർസെൻറ്റേജ് കുറച്ചു എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്റർ മൈനസ് ചെയ്യുക. 40 9 പോയി കഴിഞ്ഞാൽ എത്ര വരും? 31 വരും. ഇനി 22% കൂട്ടി എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? 40 + 9 49 എടുത്താൽ മതിയായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫൈനൽ നമ്പർ, അതായത് 22% കുറച്ച് കഴിഞ്ഞിട്ടുള്ള നമ്പർ എത്രയാണ്? 31. റേഷ്യോ വൈസ് 31. ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ എത്രയാണ്? 217. 31 എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 217 കിട്ടുക? കാണുമ്പോൾ തന്നെ അറിയാലോ, 7 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നമ്പർ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവിടെ 7 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞേക്കുന്ന നമ്പർ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 7 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2800 ആൻസർ കിട്ടി. 280. ഓപ്ഷൻ ബി. അടുത്തത് ഫൈൻഡ് ദ മീഡിയൻ വാല്യൂ ഓഫ് ദ ഫോളോയിങ് അൺഗ്രൂപ്പ് ഡേറ്റ. ഈ തന്നിരിക്കുന്ന ഡേറ്റയുടെ മീഡിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താ മീഡിയൻ എന്ന് പറയുന്നത്? നമ്മളൊരു സെറ്റ് ഓഫ് ഡേറ്റ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്ന സമയത്ത് നടുക്ക് വരുന്ന വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്നതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതി നോക്കുക. ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ്? 12. അത് കഴിഞ്ഞിട്ട് 15 ഉണ്ട്, പിന്നെ 16 ഉണ്ട്, 26, 36, 42 അല്ലേ? അപ്പോൾ എത്ര ടോട്ടൽ നമ്പേഴ്സ് ഉണ്ട്? 6 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 6 നമ്പേഴ്സാണ് നിൽക്കുന്നത്. പിന്നെ നടുക്ക് എന്ന് പറയുമ്പോൾ എത്ര വാല്യൂസ് വരും? ഈ രണ്ട് പേരും ഇതിൻ്റെ നടുക്കുള്ള വാല്യൂസാണ്. അപ്പോൾ ഈവൻ നമ്പേഴ്സ് ഓഫ് ഡേറ്റ ആണെങ്കിൽ നമുക്ക് നടുക്ക് ഒരൊറ്റ നമ്പറായിട്ട് കിട്ടില്ല, 2 നമ്പറായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവരുടെ ആവറേജ് എടുക്കുക. 26 + 16 / 2. 42/2 എന്ന് പറയുന്നത് 21. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? അടുത്തത് 30 വർക്കേഴ്സ് ക്യാൻ ബിൽഡ് എ ബ്രിഡ്ജ് ഇൻ 40 days. ഇഫ് 75 വർക്കേഴ്സ് ആർ ടു ബി അസൈൻഡ് ടു കംപ്ലീറ്റ് ദ സെയിം വർക്ക്, ദെൻ ദ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് വിൽ ബി. 30 ആളുകൾക്ക് ഒരു പാലം പണിയാനായിട്ട് 40 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ 75 പേരാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ടായിരിക്കും ഈ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കുക? അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? N1 × D1 = N2 × D2. നമ്മൾ ടൈം ആൻഡ് വർക്കിൽ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീപ്പിൾ, D എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് 30 ആണ്. അവർക്ക് എത്ര ദിവസം വേണം? 40 days വേണം. രണ്ടാമത്തെ കേസിൽ 75 പേരുണ്ട്. അവർക്ക് എത്ര ദിവസം വേണം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3 വെച്ച് കട്ട് ചെയ്തു, 10, 25, 5 വെച്ചിട്ട് കട്ട് ചെയ്തു. എത്ര ദിവസം വേണം? 2 × 8 16 days ആണ്. 75 പേരാണെങ്കിൽ വേണ്ടിവരിക. അടുത്തത്, in a mixture of liquid 1/5 part is acid, 3/5 part is alcohol, and the remaining part is water. If the total quantity of the mixture is 20 liter, then how much water in liters does the mixture contain? ടോട്ടൽ 20 ലിറ്റർ വരുന്ന ഒരു മിക്സറാണ്. അതിൻ്റെ 1/5 പാർട്ട് ആരാണ്? ആസിഡാണ്. 3/5 പാർട്ട് ആൽക്കഹോളാണ്. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് പാർട്ട് വാട്ടറാണ്. എത്രത്തോളം വാട്ടറാണ്, വെള്ളമാണ് ഈ ഒരു മിക്സറിലുള്ളതെന്നാണ് കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ 20 ആണ്. 20ൻ്റെ എത്ര ഭാഗമാണ്? 1/5 ഭാഗം ആരാണ്? ആസിഡാണ്. 1/5 എന്ന് പറയുമ്പോൾ എത്രയും? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 1/5 + 3/5 ആയി കഴിഞ്ഞപ്പോഴേക്കും എത്രയായി? 4/5 ആയി അല്ലേ? ഇത് എത്രയും? ആസിഡും ആൽക്കഹോളും കൂടി കൂടിയിട്ട് 4/5 പോയി. ഇനി ബാക്കി എത്രയുണ്ട്? 1/5 കൂടി ഉണ്ട്. അത് ടോട്ടൽ 1 ആണ്. അപ്പോൾ ഇതിൽ 4/5 ഈ ആസിഡും ആൽക്കഹോളും കൂടി പോയി. അപ്പോൾ റിമൈനിങ് എത്ര വരും? 1 - 4/5, അതായത് 1/5 ആണ് ഇനിയുള്ളത്. എന്തിൻ്റെ 1/5? 20യുടെ 1/5. അപ്പോൾ വാട്ടർ എത്രയായി? 1/5 of 20 = 4. ഓപ്ഷൻ സി.
അല്ലെങ്കിൽ 1/5 20യുടെ 1/5 ആണ്, അപ്പോൾ നമുക്ക് ആസിഡായി. പിന്നെ അതിൻ്റെ 3/5 ആണ്, അപ്പോൾ ആൽക്കഹോളായി. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിന് ടോട്ടലായിട്ടുള്ള 20 എന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും. ഓക്കെ. A cylindrical tank has a capacity of 6160 meter cube. If the diameter of the base of the tank is 28 meter, then the depth of the tank is. ഒരു സിലിണ്ടറിക്കൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 6160 മീറ്റർ ക്യൂബാണ്. അതിൻ്റെ മീനിങ് എന്താ? ആ സിലിണ്ടറിക്കൽ ടാങ്കിൻ്റെ വോളിയം ആണ് 6160. ഇതിൻ്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട് 28. അങ്ങനെയാണെങ്കിൽ ഡെപ്ത് ആണ് കാണേണ്ടത്. സിലിണ്ടറിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ എന്താണ്? πr²h ആണ്. ഇതിൽ എച്ച് ഇപ്പോൾ കേസിലാണെങ്കിൽ ഡെപ്ത് ആണ് ചോദിച്ചേക്കുന്നത്, അതാണ് കാണേണ്ടത്. വോളിയം ഇസ് ഈക്വൽ ടു 6160 ഈക്വൽ ടു പൈൻ്റെ വാല്യൂ 22/7. ആർ എത്ര വരും? ഡയമീറ്റർ ആണ് 28. ഇപ്പോൾ റേഡിയസ് അതിൻ്റെ പകുതി 14 × 14 × ഹൈറ്റ്. അപ്പോൾ നമ്മളിതിനെ 11 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 560 എന്ന് വരും. 4 വെച്ചിട്ട് 16 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 140 എന്നാണ് വരിക. 14 വെച്ചിട്ട് കട്ട് ചെയ്തപ്പോൾ എത്രയായി? 10 ആയി. അപ്പോൾ ഡെപ്ത് എത്ര വന്നു? ഡെപ്ത് ഈസ് ഈക്വൽ ടു 10 മീറ്റർ. ക്ലിയർ ആണല്ലോ? ഡയറക്റ്റ് ഇക്വേഷൻ ആയിരുന്നു. അടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 27 cos 63 ഡിവൈഡ് ബൈ cos square 27 ഈക്വൽ ടു sec 27 cosec 63 ഡിവൈഡ് ബൈ tan square 45. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് ട്രിഗ്നോമെട്രിയിലെ കുറച്ച് റൂൾസ് അറിയണം. അതായത് sin x വിൽ ബി ഈക്വൽ ടു cos y എപ്പോൾ? എക്സ് പ്ലസ് വൈയുടെ വാല്യൂ 90 ആണെങ്കിൽ. അതേപോലെ sec x വിൽ ബി ഈക്വൽ ടു cosec y, അതും എക്സ് പ്ലസ് വൈയുടെ വാല്യൂ 90 ആണെങ്കിൽ. ഇനി ഇവിടെ നോക്കുക, നമുക്ക് cos 63നെ എങ്ങനെ എഴുതാം? cos 63 വിൽ ബി ഈക്വൽ ടു സൈൻ ഇൻറ്റു ഏതായിരിക്കും സൈൻ വാല്യൂ വരിക? cos 63 ഈക്വൽ ടു സൈൻ എന്ന് എഴുതണമെങ്കിൽ 63യും ഈ സൈനിൻ്റെ ആംഗിളും തമ്മിലുള്ള സം എത്ര വരണം? 90 വരണം. അപ്പം സൈൻ 90 മൈനസ് 63, അതായത് സൈൻ 27. 63യും 27 ആഡ് ചെയ്യുമ്പോൾ 90 അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആംഗിൾസ് ആഡ് ചെയ്ത് നോക്കുക. ആംഗിൾസ് ആഡ് ചെയ്തിട്ട് 90 ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എഴുതിയാൽ മതി. ഇവിടെ എന്ത് വരും? സൈൻ 27 ഇൻറ്റു സൈൻ 27 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ 27. ഇത് ആദ്യത്തെ ടേമായി. അതായത് എന്താ? സൈൻ സ്ക്വയർ 27 ബൈ കോസ് സ്ക്വയർ 27. സൈൻ ബൈ കോസ് എന്ന് പറയുന്നത് ടാൻ ആണ്. അപ്പോൾ ടാൻ സ്ക്വയർ 27 എന്നായി. മൈനസ് നോക്കുക, സീക് 27 കൊസിക് 63. ഇവരുടെ ആംഗിളിൻ്റെ സം എത്രയാണ്? 90 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 27 ടേമിലേക്ക് ആക്കാം. കാരണം നമ്മളിവിടെ 27 ആക്കിയേക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ 63 എന്നുള്ള രീതിക്കാണ് എഴുതിയേക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ കൊസീക് 63 എന്നുള്ള രീതിയിലേക്ക് എഴുതണമായിരുന്നു. ഓക്കെ. അപ്പോൾ സീക് 27 ഇൻറ്റു കൊസീക് 63ക്ക് പകരം എന്തെഴുതാം? സീക്ക് 27 എന്ന് എഴുതാം. സീക്ക് സ്ക്വയർ 27 ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ 45. ടാൻ 45ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ടാൻ സ്ക്വയർ 45 1 തന്നെ ഈക്വൽ ടു. ഈ ഇക്വേഷൻ നമുക്ക് കണ്ട് പരിചയമുണ്ടല്ലോ. അതായത് സിക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. ഇത് നമ്മൾ പഠിക്കുന്ന ട്രിഗ്നോമെട്രിക് റിലേഷനാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് റീഷഫിൾ ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മൈനസ് സൈൻ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ മൈനസ് സീക് സ്ക്വയർ 27 മൈനസ് ടാൻ സ്ക്വയർ 27 ഈക്വൽ ടു 1 ആയിരുന്നു വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മൈനസ് പുറത്തേക്ക് എടുക്കും. ഇവിടെ ഒരു മൈനസ് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് ഇവിടെ മൈനസ് വന്നു. -1. ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇഫ് ദ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി എ സം ഓഫ് ₹25,000 becomes ₹36,000 ആഫ്റ്റർ 2 years. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 25,000 രൂപ 2 വർഷം കൊണ്ട് 36,000 രൂപയാകാണ്. എങ്ങനെ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ. അങ്ങനെയാണെങ്കിൽ റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഇക്വേഷനാണ് എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 റേസ് ടു ടി. ഇതിൽ എ എന്ന് പറയുന്നത് എമൗണ്ട് ആണ്, പി പ്രിൻസിപ്പൽ ആണ്, ആർ റേറ്റ് ആണ്, ടി ടൈം ആണ്. ഇവിടുത്തെ എമൗണ്ട് എത്രയാണ്? 36,000.
ഈക്വൽ ടു പ്രിൻസിപ്പിൾ 25,000 ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്. 1 പ്ലസ് റേറ്റ്, ഓക്കെ റേറ്റ് ആണ് കാണേണ്ടത്, ഡിവൈഡ് ബൈ 100 റേസ് ടു 2. 0യും കട്ട് ചെയ്തു. 25ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. 36/25 ഈക്വൽ ടു 1 പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 100 സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ക്വയർ കളയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുക. 36ൻ്റെ 25ൻ്റെയും സ്ക്വയർ റൂട്ട് ഏതൊക്കെയാണ്? 6ഉം 5ഉം ഈക്വൽ ടു 1 പ്ലസ് ആർ ബൈ 100. ഇനി 1ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 6/5 മൈനസ് 1 ഈക്വൽ ടു ആർ ബൈ 100. അപ്പോൾ 6 മൈനസ് 5 1 ഡിവൈഡ് ബൈ 5 ഇസ് ഈക്വൽ ടു ആർ ബൈ 10. ആർ ഈക്വൽ ടു എത്രയായി? 20. അപ്പോൾ ആറിൻ്റെ വാല്യൂ 20%. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? അടുത്തത്, the LCM of two numbers is 156 and their HCF is 26. If the difference between the two numbers is also 26, then the sum of the numbers is. രണ്ട് നമ്പേഴ്സിൻ്റെ LCMും HCFും തന്നിട്ടുണ്ട്. 156ഉം 26ഉം ആണ്. ആ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് 26 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ LCM 26 ആയ സ്ഥിതിക്ക് ആ നമ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് കൺസിഡർ ചെയ്യാം? 26A-യും 26B-യുമാണ് ആ രണ്ട് നമ്പേഴ്സ് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, രണ്ട് നമ്പേഴ്സിൻ്റെ LCMും HCFും തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് വിൽ ബി ഈക്വൽ ടു LCMൻ്റെയും HCFൻ്റെയും പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് 26A ഇൻറ്റു 26B ഈസ് ഈക്വൽ ടു LCMൻ്റെയും HCFൻ്റെയും പ്രൊഡക്റ്റ്. ഇത് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഈക്വൽ ടു LCM ആൻഡ് HCFൻ്റെ പ്രൊഡക്റ്റ്. ഓക്കെ അല്ലേ? ഇനി 26ഉം 26ഉം കട്ടായി. 156 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 2 വരും. അപ്പോൾ A ഇൻറ്റു ബി ഈസ് 2 അല്ല 6. A ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. അങ്ങനെ A ഇൻറ്റു ബി 6 വരുന്ന ഏതൊക്കെ നമ്പർ പെയേഴ്സ് നമുക്കറിയാം? 1 ഇൻറ്റു 6 ആണെങ്കിൽ 6 ആണ്. 2 ഇൻറ്റു 3 ആണെങ്കിൽ 6 ആണ്. വേറെ പോസിബിലിറ്റി ഒന്നുമില്ല. ഇനി ഇതിലേതാ കാണേണ്ടതെന്ന് അറിയാം, ഇതിലേതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്പർ പെയർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. രണ്ട് നമ്പേഴ്സിൻ്റെയും ഡിഫറൻസ് എന്ത് തന്നെയാണ്? 26 ആണ്. അപ്പോൾ 26A മൈനസ് 26B എത്ര തന്നെയാണ്? 26 തന്നെയാണ്. അപ്പോൾ A മൈനസ് B എത്ര വരും? 26 കട്ട് ചെയ്ത് പോയിട്ട് 1 വരും. അപ്പോൾ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എത്ര വരാൻ പാടുള്ളൂ? 1 വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും നമ്പർ? 2ഉം 3ഉം ആയിരിക്കും. അപ്പോഴാണ് നമുക്ക് ഡിഫറൻസ് 1 വരിക. അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കിട്ടിയല്ലോ. ആദ്യത്തെ നമ്പർ 2 ഇൻറ്റു 26ഉം സെക്കൻഡ് നമ്പർ 3 ഇൻറ്റു 26ഉം. മനസ്സിലായോ? നമ്മൾ ആദ്യം 26ആണ് HCF എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് നമ്പർ കൺസിഡർ ചെയ്തു, 26A-യും 26B-യും. ഇനി ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ LCMൻ്റെയും HCFൻ്റെയും പ്രൊഡക്റ്റിന് ഈക്വലാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എഴുതി. അപ്പോൾ A ഇൻറ്റു B 6 കിട്ടി. A ഇൻറ്റു B 6 കിട്ടുന്ന രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നല്ലെങ്കിൽ 1ഉം 6ഉം ആവാം, അല്ലെങ്കിൽ 2ഉം 3ഉം ആവാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഏതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്പർ പെയർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് 26. അപ്പോൾ നമുക്ക് A മൈനസ് B 1 വന്നു. 1 ആണെങ്കിൽ ഏതായിരിക്കും വരിക? 2ഉം 3ഉം ആണ്. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ ആണ് 2ഉം 3ഉം കിട്ടിയത്. എയും ബിയും 2ഉം 3ഉം ആണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെ വരും? 26 ഇൻറ്റു 2ഉം 26 ഇൻറ്റു 3ഉം. ഇനി ചോദിച്ചേക്കുന്നത് ഇവരുടെ സം കാണാനാണ്. സം എന്ന് പറയുമ്പോൾ 26 ഇൻറ്റു 2 പ്ലസ് 26 ഇൻറ്റു 3 ഈക്വൽ ടു 26 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 2 പ്ലസ് 3 വരും. അതായത് 26 ഇൻറ്റു 5 എത്രയാ? 130. ഓപ്ഷൻ ഡി. അടുത്ത സ്ലേക്ക്, the area of a rectangle is 300 centimeter square and the length of its diagonal is 5 centimeter. The perimeter of the rectangle is. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 300 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഡയഗണലിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ ആണ്. പെരിമീറ്റർ ആണ് കാണേണ്ടത്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. അപ്പോൾ L ഇൻറ്റു ബിയുടെ വാല്യൂ ആണ് നമുക്ക് അറിയാവുന്നത് 300 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ഡയഗണൽ ആണെങ്കിലോ, ഇത് ലെങ്ത്തും അല്ലെങ്കിൽ ഇത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തും എടുത്തു. ഇതാണ് ഡയഗണൽ. നമ്മളെങ്ങനെ ഡയഗണൽ കാണാം? പൈതഗോറസ് തിയറം വെച്ചിട്ട് ഡയഗണൽ കാണുമ്പോൾ d² ഇസ് ഈക്വൽ ടു L² പ്ലസ് B². ഇതിൽ d² വാല്യൂ നമുക്കറിയാം 5 ആണ്. അപ്പോൾ 25² ഇസ് ഈക്വൽ ടു L² പ്ലസ് B². പെരിമീറ്റർ ആണെങ്കിൽ എന്ത് വേണം?
പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. അപ്പോൾ എൽ പ്ലസ് ബിയുടെ വാല്യൂ നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? എൽ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമ്മൾ ചെയ്യുന്ന പോലെ എൽ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ചെയ്യുക. എൽ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എൽ ഇൻറ്റു ബി. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് എഴുതുന്നതിന് പകരം എല്ലും ബി ഇട്ട് എഴുതി. ഇതിൽ എൽ പ്ലസ് ബിയുടെ വാല്യൂ നമുക്കറിയില്ല. ഇതങ്ങനെ തന്നെ എഴുതാം. എൽ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താ? എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 25 ആണ്. അപ്പോൾ 25 പ്ലസ് 2 ഇൻറ്റു എൽ ഇൻറ്റു ബി. എൽ ഇൻറ്റു ബി നമുക്കറിയാലോ 300, അതായത് ഏരിയ എന്ന് പറയുന്നത് എൽ ഇൻറ്റു ബി ആണ്. അതിൻ്റെ വാല്യൂ 300 ആണ്. അപ്പോൾ 2 എൽ ഇൻറ്റു ബി എത്ര വരും? 600 എന്ന് വരും. അപ്പോൾ ഇത് എത്രയായി? 625 എന്ന് വന്നു. എന്താണ് 625? എൽ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. എൽ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് ഇപ്പോൾ നമുക്ക് 625 എന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ എൽ പ്ലസ് ബി എത്ര വന്നു? ഇതിൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ 25 ആണ് 625ൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ എൽ പ്ലസ് ബി 25 കിട്ടി. പിരമീറ്ററിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2 ഇൻറ്റു എൽ പ്ലസ് ബി. എൽ പ്ലസ് ബി 25 ആണെങ്കിൽ 2 ഇൻറ്റു എൽ പ്ലസ് ബി എത്ര വരും? 50. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി 50. മനസ്സിലായല്ലോ? അടുത്തത്, ഇൻ ദ ഗിവൺ ഫിഗർ പി ക്യു പി ഒ എന്നായിരിക്കണം. പി ഒ ആൻഡ് ഒ ക്യു ആർ ദ റേഡിയസ് ഓഫ് ദ സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ പി ക്യു. If angle PAQ is equal to 38 degree, then find PQO. PQO. ഈ ആംഗിൾ ആണ് നമുക്ക് കാണേണ്ടത്. ഇതെന്താണ്? സർക്കം സെൻറ്റർ ആണ്. ഈ ട്രയാങ്കിളിൻ്റെ സർക്കം റേഡിയസ് ആണ്, സർക്കം സർക്കിളാണ് ഈ കാണുന്നത്. അപ്പോൾ എന്താ സർക്കം സർക്കിളിൽ വരുന്ന പ്രോപ്പർട്ടി എന്താ? ആംഗിൾസ് എങ്ങനെയായിരിക്കും? ട്രയാങ്കിളിൻ്റെ ഒരു കോർണറിൽ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന, അതായത് സർക്കം സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ പകുതിയായിരിക്കും. അതായത് ഇതിപ്പോൾ സർക്കം സെൻറ്റർ. അപ്പോൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എടുത്തു. അത് തീറ്റയാന്ന് വിചാരിക്കുക. ഇത് തീറ്റയാണെങ്കിൽ ഈ സെൻറ്ററിൽ ഫോം ചെയ്തേക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 2 തീറ്റ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് 38 ആണെങ്കിൽ ഇത് എത്ര വരും? തീറ്റ ആണെങ്കിൽ 2 തീറ്റ. 38 ആണെങ്കിൽ 38ൻ്റെ ഇരട്ടി. 38ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 76 വന്നു. ഓക്കെ അല്ലേ? ഇനി ട്രയാങ്കിൾ പി ഒ ക്യു കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് എന്ത് തരം ട്രയാങ്കിളാണ്? പറഞ്ഞിട്ടുണ്ട് പി ഒയും ഒ ക്യൂവും റേഡിയസാണ്. അപ്പോൾ ഈ സൈഡ് ഈക്വൽ ആണ്, ഈ സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ നമ്മൾ എന്താ പറയുന്നത്? ഐസോസിലസ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? തീറ്റ ആയിരിക്കും. ടോട്ടൽ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിളിൻ്റെ സം എത്രയാണ്? 180 ആണ്. തീറ്റ പ്ലസ് തീറ്റ പ്ലസ് 76 180 ആണ്. അപ്പോൾ ഈ തീറ്റ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 180ന്ന് 76 ഇവിടെ എടുത്തു. ബാക്കി എത്ര ഉണ്ട്? 180ന്ന് 76 കുറയ്ക്കാം. 180ന്ന് 76 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 മൈനസ് 76 ഇസ് ഈക്വൽ ടു 104 ഡിഗ്രി എന്നാണ് കിട്ടുക. ഈ 104 ഡിഗ്രിനെ നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. കാരണം ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ഇത് 104 ആണെങ്കിൽ ഓരോ ആംഗിൾ എത്ര വരും? 52 ഡിഗ്രി. 52 ഡിഗ്രി. ചോദിച്ചേക്കുന്നത് പി ക്യു ഒ എത്രയാണ്? ഓപ്ഷൻ സി 52 ഡിഗ്രി. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റത്തെ ഷിഫ്റ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതേപോലെ അടുത്ത ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.